സഹോദരി എന്താ പേര്? ജിഷ. ജിഷയ്ക്ക് എന്ത് പറ്റി? എൻ്റെ കൈയിൻ്റെ ഷോൾഡറിൽ തെന്നി പോകാറുണ്ട്. അതുപോലെ കാലിൻ മുട്ടും തെന്നി രണ്ട് വശത്തും ഒരുപോലെ. ചില നേരം മുറ്റോടിക്കുമ്പോൾ ഭാരമുള്ളതൊക്കെ എടുക്കാനൊക്കെ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഇടക്കിടക്ക് തെന്നിപ്പോവും, മുട്ടും തെന്നിപ്പോവും. എത്ര വർഷമായി? 3-4 കൊല്ലത്തിൽ കൂടുതലായി. ഈ സഹോദരി പറയുന്നു, ഇങ്ങോട്ട് നീങ്ങുന്നേ, ഇവിടുന്ന്. ഈ സഹോദരി പറയുന്നത്, ഈ സഹോദരിയെ അറിയാവുന്നവരെന്ന് കരമെത്തി കാണിച്ച്, ഈ സഹോദരിയെ അറിയാവുന്നവർ ഇവിടെ ഉണ്ടോ എന്ന് കരമെത്തി കാണിച്ച്, വീശി കാണിച്ച്. ഉണ്ട്. ആ, ഈ സഹോദരി പറയുന്നത് വലത് കാൽമുട്ട് തെന്നിപ്പോകും, വലത് കൈയും തെന്നും 4-5 വർഷമായിട്ട്, അല്ലേ? യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? ഉറപ്പാണ്? ഉണ്ടോ? ചേച്ചി പറയുന്നു, ജിഷ അല്ലേ? ജിഷ പറയുന്നു യേശു സൗഖ്യം തരുമെന്ന് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവരുടെ കൈ വീശി കാണിച്ചേ. ആ, യേശു ഇവിടെയുണ്ട്, അതുകൊണ്ട് ഇവിടെ അത്ഭുതം നടക്കും. ഈ സഹോദരിയുടെ ജിഷയുടെ കാൽമുട്ടും ഇപ്പം സൗഖ്യമാവും, ഷോൾഡറും സൗഖ്യം. ഒരിക്കലും ഊരിപ്പോകാത്ത പോലെ യേശു ഇപ്പോൾ തൊട്ട് ഈ കൈയും കാലും സൗഖ്യമാക്കാൻ പോവുകയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കൈ കാണിച്ച്, ഞാൻ ഈ കയ്യിൽ നിന്ന് പിടിക്കുക. ഇവിടെ നോക്കിയേ, എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വലതുകയുടെ ഷോൾഡർ ഇനി ഊരിപ്പോകത്തില്ല. ഇവിടെ നോക്കിയേ, ഞാൻ ഈ കാലിൽ ചവിട്ടുക. ഇവിടെ നോക്കിയേ, എന്നെ നോക്കിയേ. യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ടിനി തെന്നത്തില്ല. അല്ലെങ്കിൽ കാൽ വലിച്ചു കുറഞ്ഞ മുട്ട് ധൈര്യമായിട്ട് വലിച്ചു കൊടുന്നേ. ഇങ്ങോട്ട് നീങ്ങുന്നേ. ആ, വലിച്ചു കുറഞ്ഞ മടക്കി കൊടുന്നേ. ആ, ഇനി വട്ടവും തെറ്റിച്ച് ഇങ്ങനെ കറക്കിക്കേ, വട്ടം കറക്കിക്കേ, തെന്നത്തില്ലെന്നേ. ആ, ഇനി ഇങ്ങോട്ട് തെറ്റിച്ച് നോക്കിയേ, സൈഡിലൂടെ തെറ്റ തെന്നത്തില്ല. ആ, ധൈര്യമായിട്ട് മുട്ടിന് വില കൊടുത്തേ, കാലിങ്ങനെ ഉറപ്പിച്ച് ഓട്ടിക്കേ, തെറ്റിച്ചേ ഇങ്ങനെ. ആ, ഇങ്ങനെ കൊടുത്ത്. ആ, തെന്നുന്നുണ്ടോ? ഇല്ല, തെന്നുന്നില്ല. ഇങ്ങോട്ട് ആ കൈ ഒന്ന് ഇടിച്ച് വലിച്ചിടിച്ചേ. എന്തിനാ കരയുന്നത്? സങ്കടപ്പെടണ്ട, ഇടിച്ചേ. കൈ പൊക്കിക്കേ. ആ, താത്തേ, കൈ വട്ടം കറക്കിക്കേ. ഊരത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. തിരിച്ചു കറക്കിക്കേ, തിരിച്ചു കറക്കിക്കേ. സഹോദരി, സഹോദരി ജിഷ, തിരിച്ചു കറക്കിക്കേ. കൈ തിരിച്ചു കറക്കിക്കേ, കറങ്ങട്ടെ. കൈ പൊക്കിക്കേ. ആ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. സാധാരണ ഒരു വ്യക്തിയുടെ ഷോൾഡർ ഊരിപ്പോകുന്ന ഇങ്ങനെ ഇടിച്ചാൽ അന്നേരം കൈ ഊരിപ്പോവും. ഇടിച്ചോ, ഇങ്ങനെ ഇടിച്ചോ, ഊരത്തില്ല. ഇടിക്കട്ടെ. കൈ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കരമുയർത്തി അടിച്ചെല്ലാവരും നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ഇവിടെയുണ്ട്, അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ നടക്കും. ജീവിക്കുന്ന കർത്താവ് ഈ കൺവെൻഷൻ പന്തലുണ്ട്, ഈ സ്റ്റേജിൽ അവൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളുടെ പെരുമഴ പെയ്യും. ഹല്ലേലൂയ. സന്തോഷമായോ? എന്തിനാ കരഞ്ഞേ? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നും പള്ളിയിൽ പോകുമ്പോൾ മുട്ടേ നിൽക്കണമെന്ന്. എനിക്കത് സാധിച്ചിട്ടില്ല. എനിക്ക് സങ്കടം. കാരണം എന്തോരം പ്രായമുള്ള ആൾക്കാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ. മുട്ടുന്നു, മുട്ട നിൽക്കുന്നേ ധൈര്യമായിട്ട്. നിൽക്കട്ടെ. ആ കൈ കടിച്ച്, ആ കൈ കടിച്ച്. ആ, നിന്ന് ധൈര്യമായിട്ട് ഒന്ന് കൈ ഇടിച്ചേ. ഹല്ലേലൂയ. മുട്ട നിൽക്കട്ടെ. കരമുയർത്തി അടിച്ചേ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. യേശു മനമൊരുകി ഞാൻ കരഞ്ഞിടുമ്പോ അവൻ കാരുണ്യവാനാ. എൻ്റെ വർഷങ്ങളായിട്ട് മുട്ട നിൽക്കാത്ത സഹോദരിയുടെ മുട്ട നിൽക്കാൻ നിങ്ങൾ കാണാം. നമ്മൾ കരയുന്നുണ്ട്. സന്തോഷത്തിന്റെ മനമൊരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ല. എണീറ്റോ, ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സന്തോഷമായോ? സന്തോഷം.